നമസ്കാരം. ഈ ചാനലിൽ ഇതുവരെ 4 ഇംഗ്ലീഷ് നോവൽസ് പ്രസൻറ്റ് ചെയ്തു. അലിസ്റ്റർ മെക്ലീൻ എന്ന വിഖ്യാതനായ എഴുത്തുകാരൻ്റെ 3 നോവൽസും ഷൂൾസ് വേൺ എന്ന ഫ്രഞ്ച് എഴുത്തുകാരൻ്റെ 1 നോവലും. അത്തരം നോവൽസൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുത്തു. പ്രധാന കാരണം ഓരോ ചാപ്റ്ററായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നത്. ഇനി അത്തരം രീതി മാറ്റിയിട്ട് എൻ്റെ ബുക്ക് ഒറ്റ വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതി അഡോപ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. വീഡിയോസ് അല്പം ലെങ്തി ആയാലും സ്റ്റോറീസ് ഒരു വീഡിയോയിൽ വരുന്നതുകൊണ്ട് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ആ രീതിയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അലിസ്റ്റർ മെക്ലീൻ്റെ തന്നെ വിഖ്യാതമായ ഒരു നോവൽ ദ സാറ്റൻബർഗ് എന്ന നോവലാണ്. അലിസ്റ്റർ മെക്ലീനെ കുറിച്ച് ഈ ചാനലിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം ധാരാളം നോവലുകൾ എഴുതി. ഒരുപാട് വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും നേരിട്ടു. അതിൽ ഒരു പ്രധാനപ്പെട്ട വിമർശനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 1-2 ബുക്കുകൾ ഒഴിച്ചാൽ പിന്നല്ല അദ്ദേഹത്തിൻ്റെ പേര് കണ്ട് മാത്രമാണ് ആൾക്കാർ വാങ്ങിക്കുന്നത്, അല്ലാതെ അതിൻ്റെ ക്വാളിറ്റി കൊണ്ടല്ല എന്ന്. അത് മറികടക്കാനായിട്ട് അദ്ദേഹം 2 ബുക്കുകൾ പേരൊന്ന് മാറ്റി എഴുതി, ഇയാൻ സ്റ്റുവർട്ട് എന്ന പേരിൽ. ആ 2 ബുക്കുകളും സൂപ്പർ ഹിറ്റുകളായതിനു ശേഷമാണ് അദ്ദേഹവും അതിൻ്റെ പബ്ലിഷേഴ്സും വെളിപ്പെടുത്തുന്നത് ഇയാൻ സ്റ്റുവർട്ട് എന്ന് പറയുന്ന മറ്റാരുമല്ല അലിസ്റ്റർ മെക്ലീൻ തന്നെയാണെന്ന്. അത്തരത്തിൽ അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണ് സാറ്റൻബർഗ് പബ്ലിഷ് ചെയ്യുന്നത് ഇയാൻ സ്റ്റുവർട്ട് എന്നുള്ള പേരിലാണ്. പിന്നീട് അത് അലിസ്റ്റർ മെക്ലീൻ ആണെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. ബ്രിട്ടീഷ് മിലിറ്ററി ഇന്റലിജൻസിന്റെ കീഴിൽ അതീവ സുരക്ഷയോടെ പ്രവർത്തിക്കുന്ന ഒരു ലാബറട്ടറി. അവിടെ പ്രധാനമായും പലതരം വൈറസുകളുടെയും ബാക്ടീരിയകളുടെയും പഠനവും അതിനെതിരെയുള്ള വാക്സിൻസിന്റെ ഉൽപ്പാദനം, അത്തരം പല കാര്യങ്ങളുമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ സോവിയറ്റ് യൂണിയന്റെ ചേരിയിലുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ആ ലാബിനെ വളരെ ഭീതിയോടെ കാണുന്നു. പ്രധാന കാരണം ബ്രിട്ടൻ അവിടെ ജൈവായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. എന്നെങ്കിലും ബ്രിട്ടനെതിരെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഒരു യുദ്ധത്തിന് ഇറങ്ങിയാൽ ബ്രിട്ടൻ ആ ജൈവായുധങ്ങൾ അവർക്കെതിരെ ഉപയോഗിക്കുമോ തുടങ്ങിയ പേടി ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെല്ലാം നിലനിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു ദിവസം ഈ ലാബിൽ നിന്ന് ഒരു ബാച്ച് വൈറസുകൾ കാണാതാവുന്നു. അതിൽ 2 തരം വൈറസുകളാണ് കാണാതാവുന്നത്. ബോട്ടിൽനെസ് എന്ന ഒരു വൈറസ്, അത് വളരെ ഷോർട്ട് ലൈഫുള്ള ഒരു വൈറസാണ്. അടുത്തത് കുറേ കൂടി ഡേഞ്ചറസ് ആണ്, പോളിയോ വൈറസ്. ആ പോളിയോ വൈറസിന് ലാബ് കൊടുത്തിരിക്കുന്ന ഒരു കോഡ് നെയിമാണ് സാറ്റൻബർഗ്. ലാബിൻ്റെ ചുമതലയുള്ള മിലിറ്ററി ഇന്റലിജൻസിൻ്റെ ചീഫിൻ്റെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് അന്വേഷണം ഏറ്റെടുക്കുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് സൂപ്രണ്ടന്റ് ഹെഡാങ്കർ എന്ന വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് പിയറി കാവൽ എന്ന വ്യക്തിയെ അന്വേഷണത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നു. വളരെ സാഹസികമായി പിയറി കാവൽ അന്വേഷണം ആരംഭിക്കുന്നു. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരു ഘട്ടം വരെ എത്തുകയും ചെയ്യുന്നു. ബുക്കിൻ്റെ തുടക്കം തൊട്ട് തന്നെ ഹെഡാങ്കർ എന്ന പോലീസ് സൂപ്രണ്ടന്റ് കാവലിനോടൊപ്പം ശക്തമായി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടാതെ ആദ്യത്തെ 3-4 അധ്യായങ്ങൾക്ക് ശേഷം മിലിറ്ററി ഇന്റലിജൻസ് ചീഫ് ജനറൽ എന്നാണ് അദ്ദേഹത്തെ ഈ ബുക്കിൽ വിളിക്കുന്നത്. ഈ ജനറലിൻ്റെ പേര് അറിയാവുന്ന 4 പേര് ബ്രിട്ടനിലുള്ളൂ എന്നാണ് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവുക. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററും ഡിഫൻസ് സെക്രട്ടറിയും. അതുകൂടാതെ അറിയുന്ന 2 ആൾക്കാർ കാവലും കാവലിൻ്റെ വൈഫുമാണ്. കാരണം കാവലിൻ്റെ വൈഫ് മേരി ജനറലിൻ്റെ മകളാണ്. ഏകദേശം പകുതിയോടുകൂടി ജനറലും കാവലിനോടൊപ്പം ഇറങ്ങുന്നു. തുടർന്നുള്ള ആത്യന്തം ഉദ്യോഗജനകമായ സംഭവ വികാസങ്ങൾ അടുത്ത വീഡിയോയിൽ വിവരിക്കാം. കമൻറ്റുകൾ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.